വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലേ, ഒരു ട്രെയിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ തന്നെ പറയാം കേട്ടോ. ഒരു എക്സൈറ്റിംഗ് പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലാൻഡിലെ ഗോൾഡൻ പാസ് ലൈൻ എന്ന് പറഞ്ഞൊരു ട്രെയിനിലാണ് കേട്ടോ. ഇത് ശരിക്കും ലുസേനിൽ നിന്ന് ഇന്റർലേക്കൻ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടോ, അതായത് ഒരു 2.5 hours ജേർണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകുന്ന ട്രെയിനാണ്. ഇതൊരു സീനിക് ട്രെയിനാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് വരുമ്പോൾ ഒരുപാട് സീനിക് ട്രെയിൻസ് ഉണ്ട് കേട്ടോ. ഗ്ലേഷ്യർ എക്സ്പ്രസ്, അതുപോലെ തന്നെ ഗോൾഡൻ പാസ് ലൈൻ, അങ്ങനെ ഒരുപാട് സീനിക് ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ട്രെയിനിലിരുന്നുകൊണ്ട് തന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഗോൾഡൻ പാസ് ലൈനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു 2.5 hours ജേർണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ട്രെയിൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈമിൽ, അതായത് ഒരു 2-2.5 മണിക്കൂറിലൊക്കെ ഏറ്റവും നല്ല ഒരുപാട് അട്രാക്ഷൻസ് കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്രെയിനാണ് ഗോൾഡൻ പാസ് ലൈൻ. ഏകദേശം 3 ബ്യൂട്ടിഫുൾ ലേക്സ് ആണ് ഈ ഒരു റൂട്ടിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. അതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലേക്ക് ലുസേൻ ആണ് കേട്ടോ. കാരണം നമ്മൾ ലുസേനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ലേക്ക് ലുസേൻ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട 2 ലേക്സ് എന്ന് പറയുന്നത് ലേക്ക് സനേണും അതുപോലെ തന്നെ ലേക്ക് ലുഗേണും ആണ്. അപ്പോൾ ലേക്ക് ലുഗേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്സിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു റൂട്ടിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോൾഡൻ പാസ് ലൈനിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിസ് പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്വിസ് പാസ് നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെയിനിൽ ഫ്രീ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ വിൻഡോസ് ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമല്ലോ. ഒരുപാട് ലേക്സും അതുപോലെ വില്ലേജ് സൈഡൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ ഒരു ട്രെയിൻ ട്രിപ്പ് എന്ന് പറയുന്നത്. സ്വിസ്സിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സിൽ ഒന്നാണ് ലേക്ക് ലുഗേൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ലേക്കിൻ്റെ കളറും ഈ ഒരു ബ്യൂട്ടിയും തന്നെയാണ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുന്ന് ഒരു ബോട്ട് റൈഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു ലേക്ക് ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ട് റൈഡ് എടുക്കാം. അങ്ങനെ ഈ ഒരു ലേക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. നമ്മൾ സ്വിറ്റ്സർലാൻഡ് വന്നാൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ലേക്ക് തന്നെയാണത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്ക് ഇൻ സ്വിറ്റ്സർലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്റർലേക്കൻ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ഈ ഒരു ലേക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ ജേർണിയിൽ ഇതുപോലത്തെ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു ട്രെയിൻ ജേർണി എൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഈ ഒരു ലേക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു മൗണ്ടെയിനിൽ ഒരു ഫണിക്കുലർ റൈഡാണ് ഇനി കാണാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഗൾമെർബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫണിക്കുലർ റൈഡാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 12 മിനിറ്റ്സോടത്തോളം നമുക്ക് ഈ ഒരു ഫണിക്കുലറിൽ മുകളിലേക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്ക്വേർഡാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ശരിക്കും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഇവിടുത്തെ ഈ മലകളൊക്കെ ഒരുപാട് മുകളിലായിട്ടാണല്ലേ. നമ്മൾ ഏകദേശം ഒരുപാട് പുറകിലേക്ക് പോയി ഈ ഒരു മൗണ്ടെയിൻ്റെ ടോപ്പിൽ ചെല്ലും. അപ്പോൾ ഏകദേശം 12 മിനിറ്റ്സ് ആണ് ഈ ഒരു ഫണിക്കുലറിൽ റൈഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലേക്ക് പോകുന്നവർ
തോറും നമുക്ക് ഈ മലകളൊക്കെ താഴേക്കായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്നാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. ഈ ഒരു ഗെൽമെർബാനിന് ഒരു റെക്കോർഡും കൂടി ഉണ്ട് കേട്ടോ. യൂറോപ്പിലെ തന്നെ സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഫണിക്കുലർ റൈഡാണ് ഇവിടെ വന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. സ്വിസ് പാസോ എന്ത് പാസ് ഉണ്ടെങ്കിലും നമുക്ക് കാര്യമില്ല, കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു റൈഡാണിത്. ഇത് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില സമയത്ത് 90 ഡിഗ്രി എലിവേഷനിൽ വരെയാണ് ഇതിൻ്റെ റെയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും എക്സൈറ്റിംഗ് ആണ്. ഈ ഒരു റൈഡിൻ്റെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ശരിക്കും ഇതൊരു കുത്തനെ ഈ ഒരു ഫണിക്കുലർ നിൽക്കും, കാരണം ഏകദേശം 90 ഡിഗ്രി എലിവേഷനാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മളിവിടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ വന്ന ആ ഒരു ഫണിക്കുലറാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഇതിനകത്തിരുന്ന് നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈ മൗണ്ടെയിനും ഈ അറ്റ്മോസ്ഫിയറൊക്കെയാണ് ശരിക്കും കവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫണിക്കുലർ താഴേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ഹാഫ് ആൻ അവറിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണിക്കുലർ റൈഡ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുകളിൽ ചെന്നാൽ ഒരു 1 to 2 hours ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇതാണ് നമ്മൾ വന്ന ഒരു റൂട്ട്. ഏകദേശം 1500 മീറ്റർ അബവ് സീ ലെവലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് ദൂരെ ആ ഒരു മൗണ്ടെയിൻ ഏരിയ ഒക്കെ കാണാമല്ലേ, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലൂ കളർ കാണുന്ന കണ്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഗെൽമെർസീ ആണ്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡ് പാരഡൈസ്, ഹെവൻ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് നമുക്ക് ഇവിടെ വന്ന് കവർ ചെയ്യാൻ പറ്റുക. അത് ഈ ഗെൽമെർസീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500 മീറ്റർ ഒക്കെ അബവ് സീ ലെവൽ ഒരു മൗണ്ടെയിൻ്റെ ടോപ്പിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. ഞാൻ ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതിൽ എൻ്റെ ലൈഫിൽ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. വീഡിയോയിൽ ഇത്ര നന്നായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലേക്ക് സൈഡ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. 150 ഫീറ്റ് വരെ ആഴമുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഡാമൊക്കെ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. കാരണം സെൻറ്ററിലുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് പിന്നെ ഈ ഒരു ലേക്ക് ഇല്ല. അപ്പോൾ ഈ ഒരു ശരിക്കും ഇത് വളരെ പ്യുവറായിട്ടുള്ള വാട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മലനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം, മഞ്ഞുരുകി വരുന്ന വെള്ളവും മഴവെള്ളവും ഒക്കെ കൂടി ചേർന്നിട്ട് ആൾക്കാരൊന്നും ഇറങ്ങി വൃത്തികേടാക്കാത്തതെന്ന് പറയില്ലേ, അത്രയും നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണിത്. നമുക്ക് ഒരു അഴുക്ക് പോലും കാണാൻ പറ്റില്ല. നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്യുവറായിട്ടുള്ള ഒരു വെള്ളം നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ വരാൻ ആകെ 2 വേ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മളിപ്പോൾ എടുത്ത് വന്ന ഗെൽമെർബാൻ, അല്ലാണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഹൈക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എപ്പോഴും ഹൈക്ക് ചെയ്ത് വരാനും പറ്റില്ല. കാരണം ഏകദേശം 1500 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ആൾക്കാർ ഹൈക്ക് ചെയ്ത് വരുന്നു. പിന്നെ കുറേ പേര് ഇതുപോലെ ടൂറിസ്റ്റുകൾ ഗെൽമെർബാൻ എക്സ്പ്ലോർ ചെയ്ത് ടോപ്പിലേക്ക് വരുന്നു എന്നല്ലാണ്ട് ഒരുപാട് ആൾക്കാരൊന്നും സ്ഥിരം വന്ന് സ്വിം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏരിയ ഒന്നും അല്ല അത്. അതുകൊണ്ട് തന്നെ അത്ര ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനിയിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മൗണ്ടെയിൻസ് ആണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു മൗണ്ടെയിൻസിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ലേക്ക് കാണാൻ പറ്റുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ മൗണ്ടെയിൻസും ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മൗണ്ടെയിൻസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ ഒരു കുട്ടി ലേക്കുമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ശരിക്കും ഒരു ബ്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ശരിക്കും ഒരു കുളിർമയൊക്കെ തരുന്ന ഒരു കളറാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ ഇത്രയും ഭംഗിയുള്ളൊരു ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റാമെന്ന് പറയട്ടെ. ഇവിടെ മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഒരുപാട് ലേക്സിലും നമുക്ക് ഇതുപോലത്തെ ബ്ലൂ കളറാണ് കാണാൻ പറ്റുക. അതിൻ്റെ ഷെയ്ഡിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ മാത്രമല്ല, ഒരുപാട് കൺട്രീസിൽ പോയാലും നമുക്ക് ഇതുപോലത്തെ ബ്ലൂ കളറുള്ള ലേക്സ് കാണാൻ പറ്റും. അതായത് ഇവിടുത്തെ ഈ ഒരു മൗണ്ടെയിൻ റോക്സും ഇതിൻ്റെ ക്ലേ ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു തരം റോക്ക് ഫ്ലോർ ഫോം ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അത് പതിയെ പതിയെയാണ് ഈ ഒരു ലേക്കിൻ്റെയൊക്കെ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ താഴെ ഇങ്ങനെ ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ലേക്സിനൊക്കെ ഇത്രയും ബ്ലൂ കളർ വരാൻ കാരണം. അതിവിടെ മാത്രമല്ല, ഗ്ലേഷ്യർ എലമെൻറ്റ്സ് കൂടുതലുള്ള എല്ലാ പ്ലേസിലും നമുക്ക് ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ വാട്ടർ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബ്ലൂ കളറിൻ്റെ, അതായത് ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ ആ ഒരു കളറിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുന്നത് ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഗ്ലേഷ്യർ പാർട്ടിക്കിൾസിൻ്റെ കണ്ടൻറ്റും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ്.
അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു ബ്രിഡ്ജിൻ്റെ ആ ഒരു സെൻറ്റർ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് കാണാം, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൗണ്ടെയിൻസ് കാണാം. ഇനിയിപ്പോൾ നമ്മൾ വിൻ്റർ സീസണിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ മൊത്തം മഞ്ഞ് മൂടി കിടക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും തീരുമാനിച്ചിരുന്നു സ്വിറ്റ്സർലാൻഡ് പോകുമ്പോൾ എന്തായിരുന്നാലും വിൻ്ററിൽ പോവില്ല എന്നുള്ളത്. കാരണം അവിടെ ഒരുപാട് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ലേക്സും മൗണ്ടെയിൻസൊക്കെ ഉണ്ടെന്ന് നേരത്തെ എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും സമ്മറിൽ തന്നെ വരണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലേക്കും ഇതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലേ, ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ അങ്ങോട്ട് നീങ്ങുന്നവരും ആ ഒരു ബ്ലൂയിഷ്നെസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഈ ഒരു ഗ്ലേഷ്യർ എലമെൻറ്റിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ശരിക്കും നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ശരിക്കും നല്ല കാറ്റും ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഈ ഒരു മൗണ്ടെയിനും ഇതിൻ്റെ ടോപ്പൊക്കെ ആയതുകൊണ്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ സമ്മർ സീസണിലായിട്ട് തന്നെ നമുക്ക് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 12-13 ഡിഗ്രിയൊക്കെയാണ് ഇതിൻ്റെ ടോപ്പിൽ. അതേസമയം നമ്മൾ സിറ്റി ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ 20 to 25 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു മൗണ്ടെയിൻ ടോപ്പിലായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തണുത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുപോലെ സ്വിമ്മിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. പക്ഷേ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് ഒന്നും ചെയ്യുന്ന കണ്ടിരുന്നില്ല. എല്ലാവരും ഇതുപോലെ കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ പതിയെ നമ്മൾ തിരിച്ച് ഈ ഒരു വന്ന ഏരിയയിലേക്ക് തന്നെ പോകാൻ കേട്ടോ. ചെറിയൊരു ഏരിയ ആണത്. നമുക്കൊരു 3-4 hours ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കണ്ട് നടന്ന് കാണാൻ പറ്റും. ഈ ഒരു പ്ലേസ് കാണാനൊരു 1 hour മതി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഇവിടേക്ക് ഇരുന്നിട്ടേ പോകുള്ളൂ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഒരു 2 to 3 hours ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഈ ഗെൽമെർബാനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ചാണ് എടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, സമ്മറിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗെൽമെർബാൻ ഫണിക്കുലർ റൈഡ് എടുത്ത് മേളിലേക്ക് വരാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് തന്നെ വരേണ്ടി വരും. കാരണം ജൂൺ to ഒക്ടോബർ മാത്രമാണ് ഇവിടെ ഈ ഒരു ഗെൽമെർബാൻ റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരുന്ന ഈ ഒരു ഫണിക്കുലറിലാണ് നമ്മൾ താഴേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ 20 minutesലും ഇവിടുത്തെ റൈഡ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടൈം ചൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് താഴേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും നമുക്ക് കുറച്ച് ഫ്രണ്ടിലായിട്ടായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൂഫ് ഏരിയ, ആ ഒരു ടോപ്പ് ഏരിയയിൽ കുറച്ച് ആ ഒരു കവർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി വ്യൂസ് കിട്ടിയിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും സെയിം തന്നെ. പിന്നെ മേളിലേക്ക് വരുന്നു താഴേക്ക് പോകുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് അത്ര വലിയ സ്ലോപ്പായിട്ടുള്ള ഏരിയ ഒന്നുമല്ല. പക്ഷേ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞുമ്പോഴേ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റെയിൽ കാണാൻ പറ്റുമല്ലേ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുത്തനെയാണുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ശരിക്കും ഹൈറ്റ് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നമുക്കൊരു പേടിയും ടെൻഷനൊക്കെ തോന്നും. പക്ഷേ ഇത് അധികം സ്പീഡിലൊന്നുമല്ല പോണത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊരു 12 minutesൻ്റെ റൈഡാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം സ്പീഡിലൊന്നല്ല പോകുന്നത്. കണ്ടോ, ആ ഒരു കുത്തനെ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ മാത്രം ചെറുതായിട്ടൊരു പേടി തോന്നും. പക്ഷെ നല്ല രീതിയിൽ വലിയ സ്പീഡൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് മേളിലേക്കും താഴേക്കും പോവാം. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു മൗണ്ടെയിനും ഇവിടുത്തെ ഈ ഒരു വ്യൂസും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും പനോറമിക് വ്യൂസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതിൻ്റെ ടോപ്പും. അതുപോലെ തന്നെ ഈ ഒരു റൈഡിൻ്റെ സമയം എന്ന് പറയുന്നത് അത് മേളിലേക്ക് പോകുന്ന സമയമാണെങ്കിലും ശരി താഴേക്ക് വരുന്നതാണെങ്കിലും ശരി ഇവിടുത്തെ ഒരു ആൽപ്സ് ട്രീസും അതുപോലെ തന്നെ ഈ ഒരു മൗണ്ടെയിൻ ടോപ്പിൽ നിന്നും കുറച്ച് താഴെ നിന്നും അതിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ കാണാൻ വളരെ രസമാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് താഴേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അപ്പം നമുക്കിവിടെ ഈ ഒരു ബാക്ക് സൈഡ് ഏരിയയിലായിട്ട് ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു മൗണ്ടെയിൻ ഏരിയയിലേക്കൊക്കെ ഹൈക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ താഴെ കാണുന്നത് റോഡാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് നല്ല ഹാങ്ങിങ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും താഴെ നിന്നാലോ റോഡിൻ്റെ അവിടെ നിന്നാലോ കാണാൻ പറ്റാത്ത ഒരു വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. അതായത് ഈ ഒരു റോഡിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ ഉള്ളത്. അപ്പോൾ ആ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നാലാണ് നമുക്ക് കാണാൻ പറ്റുക.
അപ്പോൾ ശരിക്കും ആ ഒരു വാട്ടർഫോളിൻ്റെ ഒരു അടിപൊളി വ്യൂ പോയിൻറ്റ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് തന്നെയാണത്. അപ്പോൾ ശരിക്കും നമുക്കൊരു എക്സൈറ്റിംഗ് ആയിരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വാട്ടർഫോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ആ റോഡ് ഉള്ളത്. പക്ഷേ ആ റോഡിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റില്ല. പക്ഷേ ആ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നല്ല ഒരു ശബ്ദമാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോളിൻ്റെ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല ഒരു ശബ്ദമുണ്ട് വാട്ടർഫോളിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻറ്റ്സ് ആണ്. രണ്ട് സൈഡിലെയും ഒരു മൗണ്ടെയിൻ്റെ ഒക്കെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സൂപ്പർ വില്ലേജ് സൈഡാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ബ്രൈൻസ് എന്ന് പറഞ്ഞൊരു ലേക്കിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു ലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ സ്വിമ്മിങ്ങിന് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ടോപ്പ് ഏരിയയിലായിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു വില്ലേജ് സൈഡിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അവിടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ആ ഒരു ലേക്ക് സൈഡ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി കുറേ മൗണ്ടെയിൻസ് നമുക്ക് കാണാം. കുറേ ആൽപ്സ് ട്രീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ടൽസും റിസോർട്ട്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വുഡൻ ബ്രിഡ്ജ് പോലൊരു ഏരിയ കാണാമല്ലേ. അപ്പോൾ ഈ ഏരിയയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഒരു പ്ലേസിൻ്റെ പേര് ക്രാഷ് ലാൻഡിങ് ഓൺ യു ഫിലിമിംഗ് പ്ലേസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ക്രാഷ് ലാൻഡിങ് ഓൺ യു എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് മൂവി ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണത്. ഈ ഒരു ബ്രൈൻസ് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ് കേട്ടോ. ഇവിടെയും ഈ ഒരു ഗ്ലേഷ്യർ എലമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടറിൻ്റെ കളർ നമുക്ക് മനസ്സിലാവുമല്ലേ, ഭയങ്കര ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളറാണ്. നേരത്തെ നമ്മൾ കണ്ടത് കുറേ കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ ആയിരുന്നു, അതൊരു കൊച്ചു ലേക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ലേക്കാണ്. ഏകദേശം 14 കിലോമീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ ഏകദേശം 2.6 കിലോമീറ്റർ വിഡ്ത്തും ഏകദേശം 260 മീറ്റർ വരെ ഡെപ്ത്തും ഉള്ള ഒരു വലിയ ലേക്കാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും നല്ല ലേക്സ് ഉള്ള ഒരു പ്ലേസാണ് ഇന്റർലേക്കൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണാവുന്ന ഒരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ സ്വിറ്റ്സർലാൻഡിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സിൽ ഒന്നാണ് ബ്രൈൻസ് ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വില്ലേജിൻ്റെ ബ്യൂട്ടിയും അതുപോലത്തെ ഇവിടുത്തെ ലേക്സും ഒക്കെ ശരിക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുറേ റിസോർട്ട്സും ഹോട്ടൽസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എൻഡ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ലേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ചുറ്റിനും ഇതുപോലത്തെ കുറേ ബിൽഡിങ്സാണ് കാണാൻ പറ്റുക. പിന്നെ നമ്മളിപ്പോൾ കാണുന്നതാണ് റോഡ് കേട്ടോ. അവിടെ നിന്നാണ് ബസ് വരുന്ന റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരുപാട് പ്ലേസസിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.